ഭാഗമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റൂർ നേതിലക്കാവ് അമ്മയുടെ സ്ഥലത്ത് കാവൽക്കാരന്മായിട്ടുള്ള നാട്ടക്കലെ തണ്ടാമാര്, കോട്ടക്കാവൽക്കാരന്മാര്, കോട്ടക്കലെ തണ്ടാമാര്, നാട്ടക്കലെ തണ്ടാമാര് പല്ലക്ക് പിടിച്ചവരും, കോട്ടക്കാവൽക്കാരന്മാരെ കോട്ടക്കലെ തൊണ്ടാമാരും, ദേശവളം പറഞ്ഞ ചോങ്കുളങ്ങര തമ്പൂറുകാരന്മാരും, പടച്ചട്ട പണിത പെരുങ്കൊല്ലരും, ചുരിക പണിത കരുവാരും, പൊന്നു പണിത പൊൻതട്ടാമാരും, അതുപോലെ തന്നെ തുയിലിണിർന്ന പാണന്മാരും, തച്ച് പണിത തച്ചന്മാരുമുള്ള എല്ലാ നാനാജാതി വിഭാഗമുള്ള ദേശമാണ് ഇന്നും കൊട്ടേക്കാടും കുറ്റൂരും ഈ പ്രദേശം മുഴുവൻ. അതുകൊണ്ട് ശക്തന്റെ ആ ഒരു ശക്തമായ സാന്നിധ്യം തന്നെയാണ് ഈ അവർണര് എന്നും സവർണരെ പോലെ ജീവിച്ചിരുന്ന ഒരു നാട് തന്നെയാണ് തൃശ്ശൂർ. നമസ്കാരം. ഇന്നലെ ഓണപ്പാട്ടുകളുടെ കഥ പറയുന്ന കാലം പറയുമ്പോഴാണ് മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായി എന്നുള്ള അതിനെക്കുറിച്ച് മോഹനേട്ടന് ഞാനുമായിട്ട് ചർച്ച വന്നു. എന്ന് പറഞ്ഞാൽ പടയോട്ട കാലത്തെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റണമെങ്കിൽ രാജഭരണകാലത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് അറിയുന്ന മുമ്പിലുള്ള ഒരു പ്രധാന രാജാവ് എന്നുള്ളത് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന തൃശ്ശൂരുള്ളവർ എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡിൽ പോവുക അല്ലെങ്കിൽ ശക്തനിലേക്ക് പോവുക, അതൊക്കെ ഒരു സാധാരണ വാക്കാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് ശക്തൻ്റെ കഥ തന്നെയാണ്. ശക്തൻ തമ്പുരാന് പ്രതിഷ്ഠയുള്ള ഒരു അമ്പലം. ഒരിക്കൽ E.D. ഡേവിസേട്ടനാണ് അങ്ങനെ ഒരു കഥ എന്നോട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയായിരുന്നു. ആ കഥ തേടി എത്താനായിട്ട് പിന്നെയും മറ്റൊരിക്കൽ വേണ്ടി വന്നു എന്നുള്ളതാണ്. അതും പാലക്കാട് നിന്നൊരാൾ നമ്മളെ വിളിക്കേണ്ടി വന്നു, പറയേണ്ടി. തൃശ്ശൂരിൽ നിന്ന് പാമ്പൂര് കഴിഞ്ഞ് കൊട്ടേക്കാട് എത്തിയിട്ട് അവിടെ നിന്ന് റോട്ടിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു പോയിട്ടാണ് ഈ സ്ഥലം. ഇപ്പോഴും നമുക്കിത് കാണുമ്പോൾ ഒരു പാട്ടുകൂട്ടിൽ മാറി അമ്പലമായി മാറ്റിയ പോലെയാണ് തോന്നുന്നത്. പാട്ടുകൂട്ടിൽ എന്ന് പറയുമ്പോൾ കളമെഴുത്തും പാട്ടും നടന്നിരുന്ന പാരമ്പര്യമായിട്ടുള്ള ഒരു സ്ഥലം എന്നാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. പാരമ്പര്യമായ നിർമ്മിതിയുടെ ചില ഭാഗങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഇതിൻ്റെ കഥ പറയാനായിട്ട് എൻ്റെ കൂടെ നീരജ വർമ്മയാണ് വന്നത്. അവരാണ് ഇതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് പറയേണ്ടായത്. ഞാനും കുറച്ചൊക്കെ അന്വേഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു E.D. ഡേവിസേട്ടൻ്റെ പിറകിൽ കൂടിയിട്ട്. പക്ഷെ പോകണം എന്ന് വെച്ചിട്ട് നടന്നില്ല. ഈ പറഞ്ഞ പോലെ എല്ലാം നീട്ടിവെച്ച് ഇപ്പോഴാണ് ഇവിടെ എത്തി നടന്നത്. ഇതിൻ്റെ കഥ കാണേണ്ടതും അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. വിശദമായ ചരിത്ര പഠനത്തിൻ്റെ കൂടെ ഹരിയുടെ കൂടെ വരാൻ പറ്റുന്ന വെച്ചാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോഴാണ് അത് പൂർത്തിയാവുന്നത്. ഞാൻ ഈ കൊട്ടേക്കാട് കളരിയിലെത്തണത് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പ്രകാശൻ ഇളവള്ളി എന്ന് പറയുന്ന ആള് പറഞ്ഞതനുസരിച്ച് ഞങ്ങളിവിടെ ദിബു പരമേശ്വരനോടൊപ്പം ഒരു വീഡിയോ ചെയ്യാൻ വന്നാണ്. അത് ഈ അമ്പലത്തിൻ്റെ പ്രാധാന്യം മാത്രമാണ് അപ്പം നമ്മൾ നോക്കിയത്. പക്ഷെ ഇവിടെ ധാരാളം ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലായപ്പോൾ വീണ്ടും വരാനിടയാവുകയും കുറേ കാര്യങ്ങൾ കേൾക്കുകയും ചെയ്തു. ആ വിവരമൊക്കെ ഞാൻ ബിജുവിനോട് പറഞ്ഞു. അപ്പോൾ ബിജു അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് വീണ്ടും ഇവിടേക്ക് ഒരിക്കൽ കൂടെ വന്നിരിക്കുകയാണ്. നമസ്കാരം. മാഡത്തിനോട് ആദ്യം തന്നെ ഇവിടെ വന്നു, ഈ ക്ഷേത്രത്തിൽ ദർശിച്ചു. നിങ്ങൾ ബിജുവിനെ കൊണ്ടുവന്നതിൽ വളരെ സന്തോഷം. പക്ഷേ ഞാനിതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ പറയാം. ഇവിടെ ജാതി വ്യവസ്ഥ ഇല്ലാത്ത ഒരു കാലം ഞങ്ങൾക്ക് അന്നും ഇന്നും ഇവിടെ ജാതി സമ്പ്രദായത്തിന് പ്രസക്തിയില്ല. കാരണം ശക്തൻ തമ്പുരാൻ എല്ലാ ജനങ്ങൾക്കും അന്ന് ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളിലും കാര്യങ്ങളിലൊക്കെ നമ്മളെന്താ പറയുക ഒഴിവാക്കി നിർത്തുമ്പോൾ സർവമത ദൈവമായിട്ടുള്ള അയ്യപ്പനെ കുടികൊള്ളിച്ചുകൊണ്ട് ഇവിടെ 4448 കരുക്കൾ എന്ന് പറയും. ഒരു കരു എന്നൊരു പട്ടാളത്തലവനാണ്. ആ പട്ടാളത്തലവന്മാർ ഉപാസിച്ചിരുന്ന ദേവതകളാണ് ഇവിടെയുള്ളത്. ശൈവവും വൈഷ്ണവും ശാക്തയും 3 സമ്പ്രദായത്തിലും കൂടിയിട്ടുള്ള ദേവതമാരാണ് ഇവിടെയുള്ളത്. ഈ കളരിക്ക് തന്നെ 5500 ഏക്കർ ഭൂമി കരൊഴിവുണ്ടായിരുന്നു. അത് ഈ ഭൂമികൾ ഇന്നെല്ലാം നഷ്ടപ്പെട്ടു പോയി. കാരണം അതിന് കൃത്യമായ രേഖകളോ റെക്കോർഡുകളോ ഇല്ലാതെ തകർത്തു പോയ ഒരു അവസ്ഥയാണ്. പക്ഷെ എങ്കിലും ഇന്നും ഈ പ്രദേശത്ത് ഒരു 5 ദേശം ഇന്നും ഈ ക്ഷേത്രത്തെയും ഈ ക്ഷേത്ര പരിസരത്തും എല്ലാവരും വന്ന് അതിൻ്റെ ആ ഊർജം എടുത്തു പോകുന്നതാണ്. കാരണം ഇവിടെ തന്നെ ഉദാഹരണം പറഞ്ഞു, മറ്റുള്ള അമ്പലങ്ങളിൽ ഉത്സവങ്ങളിൽ പോലും കടക്കാത്ത കാലഘട്ടം ഉണ്ടായപ്പോൾ ഇവിടെ തന്നെ പന്തല് പാടം എന്ന് പറഞ്ഞ ഒരു 120 പറയ്ക്കുള്ള പാടമുണ്ട്. ആ പാടം കൊയ്ത്തു കഴിഞ്ഞാൽ അവിടെ ജനങ്ങളെല്ലാം ഒരു ഉത്സവം ആഘോഷിക്കും. കാരണം തൃശ്ശൂർ പൂരത്തിന് പോലും സാധാരണ ജനങ്ങൾ കാണാൻ പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരം ദൂരെ നിന്ന് കാണുമ്പോൾ ഈ സവർണർക്ക് അന്നൊരു സാമൂതിരിയുടെ ആഗമനത്തിന് ശേഷം ഒരു ഇതുണ്ടായിരുന്നു. അതിനുശേഷമാണ് ശക്തൻ തമ്പുരാൻ ശക്തൻ ഏറ്റെടുത്തതിന് ശേഷം എല്ലാവർക്കും തുല്യനീതി കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് ശക്തന്റെ കാലഘട്ടത്തിൽ തന്നെ സാധാരണ ജനങ്ങൾക്ക് ഒന്നുകൂടി നല്ല രീതിയിൽ ആഘോഷിക്കാൻ വേണ്ടി പന്തലാട്ടം നടത്താൻ പന്തലുപാടം 120 പറക്കി കൊടുത്തിട്ടുണ്ട്. കളരിക്ക് കുഴമ്പിടാൻ വേണ്ടി കുഴമ്പുപാടം 120 പറക്കി കൊടുത്തിട്ടുണ്ട്. കളരിക്ക് കളരി വിളക്ക് തെളിയിക്കാൻ
വിളക്കുപാടം 120 പറക്കി കൊടുത്തു. മെഡിക്കൽ കോളേജും അത്താണിയും അതുപോലെ വെളപ്പായും ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളോട് പെട്ട ഇതെല്ലാം ശക്തന്റെ അധീനതയിലായിരുന്നു. അതിൻ്റെയൊക്കെ കൈവശാവകാശം ഉണ്ടായിരുന്നു പൊട്ടേക്കാട്ട് മാമണി തണ്ടാനായിരുന്നു. ഇന്നെല്ലാം ഈ ഭൂമികളെല്ലാം കൈവിട്ട് പോയെങ്കിൽ കൂടിയിട്ട് കളരി ഇന്നും ആ ചരിത്രത്തോട് നിൽക്കുന്നു. വളരെ ഊർജ്ജസ്വലതയോടെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ആ ഊർജ്ജം ഭഗവാൻ കൊടുക്കുന്നു. സാക്ഷാൽ സർവ്വമത ദൈവമായ അയ്യപ്പനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് രണ്ടുപേരും ഇവിടെ നിന്ന്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ശ്രീ കളരി പരമ്പര ദേവത ഗളൂരിക ഭഗവതിയും ചണ്ഡിക ഭഗവതി ഭുവനേശ്വരിയും ആണ് ദേവതമാർ വരുന്നത്. ഈ പ്രദേശം ഭരിച്ചിരുന്ന ചുറ്റുന്നൂര് കോവിലകത്തിന്റെ സ്ഥലങ്ങളായിരുന്നു. ചുറ്റുന്നൂർ ക്ഷേത്രം കൊട്ടേക്കാട്ടുകാവിൽ അമ്മ നിൽക്കുമ്പോൾ ഈ അമ്മയുടെ മകനായിട്ടാണ് ഇവിടെ അയ്യപ്പസ്വാമിയെ കുടികൊള്ളിച്ചിട്ടുള്ളത്. അയ്യപ്പസ്വാമി ആണ് പ്രധാന പ്രതിഷ്ഠ. ഭഗവതിമാർ കൂടെ നിൽക്കുന്നുണ്ട് ഇതാണ്. അതോടൊപ്പം തന്നെ അന്തിമഹാകാളൻ, ഗണപതി, കാലഭൈരവൻ, ആയുധവടുകൻ, അതുപോലെ ഉപദേവതമാൻ സർപ്പക്കാവ്. യെസ്, അതായത് ശരിക്ക് വീരഭദ്രനോളം ഉപാസിച്ചെന്നാണ് ആയുധവടുകൻ എന്ന് പറയുന്നത്. കാരണം യുദ്ധങ്ങളെല്ലാം ചെയ്യുമ്പോൾ ചുരികയെടുത്ത് ഉപാസിക്കുന്ന സമയത്ത് അവർക്ക് ശിരസ് ചേതന നടക്കാൻ പാടില്ല. അതിന് ഏത് ആയുധം ഉപയോഗിക്കുമ്പോൾ, വെപ്പൺസ് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നിട്ടൊരു എസ്കേപ്പ് ചെയ്യാനുള്ളൊരു എനർജി കിട്ടണം. അതിനാണ് ആയുധവടുകനെ ഉപാസിക്കുന്നത്. പിന്നെ യുദ്ധദേവതകളുടെ ഏതാണ്ട് എല്ലാ പ്രതിഷ്ഠയും വരുന്നതിൽ പ്രധാന പ്രതിഷ്ഠകളിൽ ഒന്ന് നമുക്ക് അറിയുന്ന പോലെ ശക്തൻ തമ്പുരാനാണ്. വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ശക്തൻ തമ്പുരാൻ ഒരു പ്രതിഷ്ഠാ സങ്കല്പം ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്? എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ ശക്തൻ തമ്പുരാൻ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ നിഷേധിച്ചും അതുപോലെ ചരിത്രം പറഞ്ഞു നിൽക്കുന്ന കാലഘട്ടങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ശക്തൻ തമ്പുരാനെ ഈ ഗ്രാമങ്ങൾ മുഴുവൻ ആരാധിക്കുകയാണ്. എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം തുറന്നു പറയാം, സവർണരെ ഉള്ള കാലഘട്ടത്തിൽ അവർണരായ ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു രാജാവാണ്. കാരണം എല്ലാവർക്കും തുല്യനീതി, ആ നീതി നടപ്പാക്കിയതിന്റെ ഭാഗമായിട്ട് ഈ പ്രദേശം എല്ലാവരും ശക്തൻ തമ്പുരാനെ ആരാധിക്കുന്നവരാണ്. ഇപ്പൊ നമ്മളുടെ അടുത്ത് പറഞ്ഞു ഇവിടുത്തെ കുറെ പ്രദേശങ്ങളിൽ മറ്റേ ബ്രാഹ്മണാധിപത്യത്തിൽ നിന്ന് ഒഴിഞ്ഞു കിടന്നിരുന്ന കുറെ പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളൊന്നും ഇപ്പൊ ഒന്ന് മെൻഷൻ ചെയ്യാണെന്ന് വെച്ചാല്, ഞാൻ പറയുകയാണെങ്കിൽ തൃശ്ശൂർ പേരൂരിന്റെ വടക്കുന്നാഥിന്റെ വടക്കേ വശത്ത് എടുക്കുകയാണെങ്കിൽ പൊങ്ങണങ്ങാട്, അതുപോലെ തൃശ്ശൂർ, ചെമ്പുകാവ്, പെരിങ്ങോട്ട്, ചുവന്നമണ്ണ് വരെ, ചെറുത്തുരുത്തി വരെ ഉള്ള പ്രദേശങ്ങൾ ഇപ്പുറത്തും. ഇപ്പുറത്തെ ദിക്കെടുക്കണമെങ്കിൽ ഗുരുവായൂർ അമ്പലം, ഗുരുവായൂർ ഒക്കെ കോഴിക്കോട് സാമുദ്ര തിരിച്ച് സാമുദ്രം ഇവിടുന്ന് ഓടിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കുറച്ച് ഗുരുവായൂർ തൃശ്ശൂരിലേക്ക് തന്നെ കിട്ടാനുള്ള കാരണം ഇവിടുത്തെ അവർണരായിട്ടുള്ള പട്ടാളക്കാരാണ് ശരിക്കും പറഞ്ഞാൽ സാമുദ്രം നേരിട്ടിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് പാവർട്ടി, മുല്ലശ്ശേരി, ഇങ്ങനെയുള്ള പറവൂര് വരെയുള്ള ദേശം മുഴുവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ അവർണരന്നെയാണ്. നിങ്ങൾ ഇത് ശരിക്കും തിരിച്ചറിഞ്ഞത് ഏത് കാലത്താണ്? ഞങ്ങളുടെ കുട്ടിക്കാലങ്ങളിൽ എല്ലാ ഗ്രാമവാസികളും പറയും, മക്കളെ നിങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ടവരല്ല, ഉയർന്നവരാണ്, ശക്തന്റെ പടനായകരാണ്, പടനായകനെ കൊട്ടേക്കാട്ട് മാമുണ്ണി തണ്ടാന്റെ തലമുറകളാണെന്ന് ഇത് ഇവിടുത്തെ നാനാജാതിക്കാർ, ക്രിസ്ത്യാനികളും മുസ്ലിംസും എല്ലാവരും നമ്മോട് പറയാറുണ്ട്. പക്ഷെ ഞങ്ങള് ഇതിന് കുട്ടിക്കാലത്ത് ചരിത്രം, ഈ പ്രദേശത്ത് കൊട്ടേക്കാട് എന്ന ചെറിയ ഗ്രാമം ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, ഉയർന്ന തലത്തിൽ ചിന്താഗതിയുള്ള ആളുകൾ വളരെ കുറവായിരുന്നു. പക്ഷെ എങ്കിലും ചരിത്രം എല്ലാവർക്കും അറിയാവുന്നു. ചരിത്രത്തെ മൂടപ്പെട്ടു പോയി. ആ ചരിത്രത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ ആരും ഞങ്ങളെ സഹായിച്ചില്ല. ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ് ചരിത്രരേഖകൾ പരിശോധിച്ചപ്പോഴും പല ആളുകളും ഇവിടെ വന്ന് ദർശനം നടത്തി അവരെ ഓർമ്മകൾ പറയുമ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇതിന്റെ പ്രാധാന്യം, ഇതിന്റെ മൂല്യം മനസ്സിലാക്കിയത്. നിങ്ങളിവിടെ തുടക്കകാലത്ത് ഒരുപാട് സാലഗ്രാമങ്ങൾ, ഇങ്ങനെ പടനായകരെ അവർ ആരാധിച്ചിരുന്ന സാലഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് പറയുകയാണെന്ന് ഒരുപാട്, അതായത് നമ്മള് എന്താ പറയുക, കൈലാസത്തു നിന്നും കാശ്മീരിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ വന്നിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അവർ കൊണ്ടുവരുമ്പോൾ അവർ ഉപാസിച്ചിരുന്ന ആ ശൈവ മൂർത്തിയെ ഇത്രയും വലിയ കളരിയിൽ അവരുടെ മിറാക്കിൾ, ഇവിടെ ഒരുപാട് മിറാക്കിൾ സംഭവിച്ച സ്ഥലമാണെന്നാണ് പറയുന്നത്. മിറാക്കിൾ പലതും കഥകളും വായ്മൊഴികളായി മാറിപ്പോയി. പക്ഷെ നടന്നിരുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ഇവിടെയുള്ള ഉപാസിച്ചിരുന്ന ദേവതമാരുടെ ശക്തി കൊണ്ട് പല കാര്യങ്ങളും ഇവിടെ ശരിക്കും പറഞ്ഞാൽ വൈദ്യം തന്നെ ഉണ്ടായിരുന്നു. വൈദ്യത്തിന്റെ ഗ്രന്ഥങ്ങളെല്ലാം കൊള്ളയടിച്ചു പോയി. വൈദ്യം കാല് മുറിച്ചാലും കൈ മുറിഞ്ഞു പോയാലും ആ ഞരമ്പുകളെ യോജിപ്പിച്ച് ആ കൈയിനെ നിലനിർത്താൻ കഴിവുള്ള വൈദ്യം ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. തൊട്ടു തീണ്ടായ്മയുള്ള കാലഘട്ടങ്ങളിൽ ശരിക്കും തൃശ്ശൂരും തൃശ്ശൂരിന്റെ പ്രാന്തപ്രദേശങ്ങളിലും ഇവരുടെ സവർണ ആധിപത്യമോ അത് മറ്റുള്ള എന്താ പറയുക, സവർണരായിട്ടുള്ള ആളുകളുടെ ക്രൂരമായ കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ വളരെ ശക്തനായ രാജാവും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പടനായകനും ഒരു അവർണനെ
സവർണനാക്കിയിട്ടുള്ള ഒരു രാജാവാണ് ശക്തൻ തമ്പുരാൻ. കാരണം വളരെ പ്രതാപിയായിട്ട് വാഴാനും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സ്ഥലങ്ങൾ അധികാരം നൽകിക്കൊണ്ടാണ് ശക്തൻ തമ്പുരാൻ ഈ കളരിക്ക് അവകാശങ്ങൾ നൽകിയത്. കാരണം 351 ദേശം പറയും, ചിറ്റിലപ്പള്ളി അടക്കം 351 ദേശം, അന്ന് ദേശക്കണക്കാണ്. സാധാരണ ഗ്രാമങ്ങൾക്ക് ദേശമായിട്ട് തന്നെ കണക്കാക്കിയിരുന്നതെങ്കിൽ കൂടി ഇപ്പോൾ അത് വീണ്ടും വീണ്ടും ചർച്ചാ വിഷയമാണ്. ചന്ദ്രോത്സവം നടന്ന ചിറ്റിലപ്പള്ളിയല്ലേ പറയുന്നത്? അതെ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ 351 ദേശത്തെ നികുതി പിരിച്ചിരുന്നതും ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നതും ഈ രാജാവിന് വേണ്ടി ഒറ്റ തോഴനായും തണലായും നിന്ന് ഈ സാധാരണക്കാരെ ശരിക്ക് സഹായിച്ച 2 വ്യക്തിത്വങ്ങളാണ്. ഈ കൊച്ചിയുടെ പ്രതാപിയായ നമ്മുടെ രാജാവ് ശക്തൻ തമ്പുരാൻ, അദ്ദേഹത്തിന്റെ പടനായകനായ കൊട്ടേക്കാട്ട് മാമുണിത്തണ്ടാണ്. ഈ ദേശത്ത് നോക്കിയപ്പോ തന്നെ പഴയ ആൾക്കാര് കണ്ടമാണ് പടച്ചട്ടപണ്ട പെരുങ്കൊല്ലര്, ചുരുകിപണ്ട പെരുവന്മാര്, അങ്ങനെയുള്ള തച്ചന്മാര്, തട്ടാന്മാര്, എല്ലാ ആൾക്കാരും തമ്പൂർ വിളംബരം ചെയ്ത തമ്പൂർവന്മാര്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഈ കളരിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിലേറ്റവും വലിയ പ്രത്യേകത അത് വളരെ വാസ്തവമാണ്. കാരണം ഇവിടെ തൃശ്ശൂർ പേര് പൂരത്തിന് തെക്കേ ഗോപുര നട തുറക്കുമ്പോൾ എന്നുള്ള സമ്പ്രദായം നേതിലക്കാവിൽ അമ്മയ്ക്ക് കൊടുത്തത്. ശരിക്കും നേതിലക്കാവ് അമ്മ പുറപ്പെടണമെങ്കിൽ ഇവിടുത്തെ പട്ടാളം ചെന്ന് ഈ പട്ടാളാണ് ആനയെ കൊണ്ട് ചവിട്ടി തുറന്നിട്ടുള്ളത്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ പൂരം വിളംബരം ചെയ്തിട്ടുള്ളത്. യെസ്, അതിന് ഈ പടനായകർ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റൂർ നേതിലക്കാവ് അമ്മയുടെ സ്ഥലത്ത് കാവൽക്കാരന്മായിട്ടുള്ള നാട്ടക്കലെ തണ്ടാമാര്, കോട്ടക്കലെ തണ്ടാമാര്, നാട്ടക്കലെ തണ്ടാമാര് പല്ലക്ക് പിടിച്ചവരും, കോട്ടക്കാവൽക്കാരന്മാരെ കോട്ടക്കലെ തൊണ്ടാമാരും, ദേശവിളംബരുന്ന ചോങ്കുളങ്ങര തമ്പൂറുകാരന്മാരും, പടച്ചട്ട പണിത പെരുങ്കൊല്ലരും, ചുരിക പണിത കരുവാരും, പൊന്നു പണിത പൊൻതട്ടാമാരും, അതുപോലെ തന്നെ തുയിലിണിർന്ന പാണന്മാരും, തച്ചു പണിത തച്ചന്മാരുമുള്ള എല്ലാ നാനാജാതി വിഭാഗമുള്ള ദേശമാണ് ഇന്നും കൊട്ടേക്കാടും കുറ്റൂരും, ഈ പ്രദേശം മുഴുവൻ. അതുകൊണ്ട് ശക്തന്റെ ആ ഒരു ശക്തമായ സാന്നിധ്യം തന്നെയാണ് ഈ അവർണര് എന്നും സവർണരെ പോലെ ജീവിച്ചിരുന്ന ഒരു നാട് തന്നെയാണ് തൃശ്ശൂർ. ഇനി ഒരു അനവധി കഥകൾ പറയാനുണ്ട്, പക്ഷെ ഇനി ഒരിക്കലാവാം. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. നന്ദി. എൻ്റെ പേര് സുധീർ കളരിക്കൽ, കൊട്ടേക്കാട്. സുഭാഷ് കളരിക്കൽ. ഞാൻ നീരജ വർമ്മ.